الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى فأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله مولانا. السلام عليكم. കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ചാനൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുന്നോട്ടുള്ള പ്രയാണത്തിന് വേഗത കൂട്ടാനും സഹായിക്കുന്ന ഒരു ധന്യ നിമിഷത്തിന് നാം സാക്ഷികളാകാൻ പോവുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം നടത്തുന്നത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ജനാബ് ഇസ്മായിൽ കുഞ്ഞഹാജി മന്നാറാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മുഖ്യാതിഥികളെ, വേദിയിലെ സമാദരണീയരായ സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, ദർശനിലെ കുടുംബങ്ങളെ, അഭ്യുതകാംക്ഷികളെ, വളരെ ചാർജാർത്ഥത്തോടു കൂടിയാണ് ഇന്ന് ദർശനയുടെ MD എന്ന നിലയിൽ ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഈ വേദി ദർശന സംരംഭത്തിൻ്റെ ആദ്യ ചുവടുവെപ്പാണ്. അതിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. മലയാളികളുടെ, പ്രത്യേകിച്ച് പ്രവാസി മലയാളി സമൂഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന നിലയിൽ ദർശന അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദർശനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേഗത കുറിക്കുന്ന ഒരു നാഴികക്കല്ലായിരിക്കും സ്റ്റുഡിയോ കോംപ്ലക്സ് ഉദ്ഘാടനം. ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികളെയും സദസ്സിനെയും സ്വാഗതം ചെയ്യുക എന്ന ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആത്മീയതയുടെ പരിശുദ്ധിയോടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിത്വത്തിനുടമയായും ദർശന TVയുടെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട ജനാബ് സയ്യിദ് സാദിഖ് ശിഹാബ് തങ്ങൾക്ക് ഔപചാരിക വേഷമില്ലാതെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി എന്നും സജീവമായി നിലകൊള്ളുന്ന പാണക്കാട് കുടുംബത്തിലെ അംഗവും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം എത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ വായിക്കുന്നതായിരിക്കും. അടുത്തതായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും റെയിൽവേ സഹമന്ത്രിയുമായ ജനാബ് അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തെ ഈ അതിർവത്തിൽ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നേതൃപാഠം കൊണ്ട് സുതാര്യനായ സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയനുമായ ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ ശ്രീ കെ രാധാകൃഷ്ണനെ ഞാൻ ഔപചാരികമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിന്റെ ശക്തനായ നേതാവും ജനറൽ സെക്രട്ടറിയുമായ ജനാബ് P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ദർശന TVയുടെ പേരിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കോഴിക്കോട് ജില്ലയുടെ സമഗ്ര വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡോക്ടർ P.B. അബ്ദുൽ സലീം, അദ്ദേഹം എത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഔപചാരികമായി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. സമസ്തയുടെ സമന്വയ നേതാവും സംസദ് ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ബാപ്പു സിലാർ അവരുടെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ MP, ബഹുമാനപ്പെട്ട രാഘവൻ, അതുപോലെ ബഹുമാനപ്പെട്ട MLA മിസ്റ്റർ പ്രദീപ് തുടങ്ങി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട എല്ലാ വ്യക്തികളെയും ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദർശന ചാനൽ എന്ന ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ആശയം രൂപപ്പെടുന്നത് മുതൽ ഇന്ന് വരെ അക്ഷീണം പരിശ്രമിച്ച് ഇനിയും ഈ ചാനലിനെ തികഞ്ഞ ദിശാബോധത്തോടെ നയിക്കേണ്ട വ്യക്തിയും ദർശന ടിവിയുടെ സിഇഒയുമായ ജനാബ് സിദ്ദീഖ് ഫൈസി വാളക്കുളം, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താമരശ്ശേരി രൂപതയുടെ ബിഷപ്പായിരുന്ന, ഇപ്പോൾ വിശ്രമജീവനം നയിക്കുന്ന കുടിയേറ്റ കർഷകരുടെ ആരാധ്യനായ ശ്രീ റവറൻഡ് ഫാദർ പോൾ ചിറ്റപ്പള്ളിയിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മതസാമൂഹ്യ രംഗങ്ങളിൽ ഉത്തരവാദിത്തോടെ ഇടപെടുന്ന തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ചൈതന്യ തപസ്യയെ ഈ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. മതസാമൂഹ്യ രംഗങ്ങളിൽ ശ്രദ്ധേയനായ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർ, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രനെ ഈ വേദിയിലേക്ക് സ്നേഹശ്രദ്ധയോടെ സ്വാഗതം ചെയ്യുന്നു. തൻ്റെ പ്രവർത്തന മേഖലയിൽ രാഷ്ട്രീയത്തിന് അപ്പുറം ഒരു വ്യക്തിത്വമായി ഉയർന്നു നിൽക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ V മുരളീധരനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില അസൗകര്യങ്ങളാൽ എത്തില്ലെന്ന് അവസാന നിമിഷം അറിയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി മതപണ്ഡിതനുമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ മധുശങ്കറിനെ ജനശ്രീയുടെ പേരിൽ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രിക ചീഫ് എഡിറ്റർ TP ചെറുപ്പയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKSFിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തയാറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഗത്ഭ പണ്ഡിതനും പ്രകാശിനി സെന്റർ ഡയറക്ടറുമായ റഹ്മത്തുള്ള ഖാസിമി മുത്തേടം അവരുടെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പ്രമുഖ ജേർണലിസ്റ്റും ദർശന ടിവിയുടെ ചീഫ് സ്ട്രാറ്റജി ഓഫീസർ മിൽട്ടൺ ഫ്രാൻസിസ്, അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും, അതുപോലെ തന്നെ പ്രസ്സുമായി ബന്ധപ്പെട്ട എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും ഈ സദസ്സിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. വേദിയിലെയും സദസ്സിലെയും എല്ലാ അഭ്യർത്ഥികാംക്ഷികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ചെയർമാൻ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ആദരണീയനായ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ശ്രീ അഹമ്മദ് സാഹിബ് അവർകളെ, ആദരണീയനായ കേരള നിയമസഭ സ്പീക്കർ ശ്രീ K. രാധാകൃഷ്ണൻ അവർകളെ, ആദരണീയനായ PK കുഞ്ഞാൽ സാഹിബ് അവർകളെ, ആദരണീയനായ MK രാഘവൻ MP അവർകളെ, A. പ്രദീപ് കുമാർ MLA അവർകളെ, റവറൻഡ് ഡോക്ടർ പോൾ ചിറ്റിലപ്പള്ളി അവർകളെ, കൂട്ടുമല ബാപ്പു മുസ്ലിയാർ അവർകളെ, സ്വാമി ചൈതന്യ തപസ്യ അവർകളെ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവർകളെ, TP ചെറുപ്പ, PV ചന്ദ്രൻ, V മുരളീധരൻ, റഹ്മത്തുള്ള ഖാസിമി മുത്തേടം, മധുശങ്കർ, നാസർ ഫൈസി കൂടത്തായി, പ്രിയപ്പെട്ട ഇസ്മായിൽ കുഞ്ഞ് ഹാജി സാഹിബ്, സിദ്ദീഖ് ഫൈസി വാളക്കുളം, മിൽട്ടൺ ഫ്രാൻസിസ്, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായ ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദർശന ടിവിയുടെ കോർപ്പറേറ്റ് ഓഫീസും അതിൻ്റെ സ്റ്റുഡിയോ കോംപ്ലക്സും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന വളരെ
പ്രസാദാത്മകമായ ഈ പ്രഭാതത്തിൽ ഈ സദസ്സിനെത്തിയ എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നന്ദിയും കടപ്പാടും ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ആശയങ്ങൾ ഓരോന്നും പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നത് നമ്മൾ അതിനായി അധ്വാനിക്കുമ്പോഴാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ടെലിവിഷൻ രംഗത്തെ അധ്വാനം കുറെ കൂടി ശ്രമകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകൻ്റെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു മീഡിയ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല എന്നതാണല്ലോ അതിന് കാരണം. ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിക്കുക എന്നത് ഒരു പക്ഷേ എളുപ്പം സാധിച്ചേക്കാം. പക്ഷെ അതിനെ കൃത്യമായി നിർവഹിച്ച് സാമൂഹ്യ നന്മ ലക്ഷ്യമിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്വം അത് കുറെ കൂടി പ്രയാസകരമാണ്, നമുക്കറിയാം. എന്നാൽ അത്തരം പ്രയാസകരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായതിൻ്റെ ഫലമാണ് ഈ ദർശന ചാനൽ. സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൊണ്ട് മാത്രം ഒരു ചാനലിൻ്റെ പ്രേക്ഷക സ്വീകാര്യത കൂടുമെന്നോ അത് നിലനിൽക്കുമെന്നോ നമ്മൾ കരുതുന്നില്ല. പകരം അതൊരു കാഴ്ചയുടെ ശീലമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മിടുക്കും ധൈര്യവുമാണ് നമ്മുടെ ഈ ഒരു പരിശ്രമത്തെ വ്യത്യസ്തമാക്കുന്നത്. നന്മയുടെ നിറമുള്ളതും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാത്തതും വിജ്ഞാന വിഷയങ്ങളിൽ ആധികാരികമായ അറിവ് നൽകുന്നതുമായ പരിപാടികളാണ് ദർശന ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ സാമൂഹ്യ വിഷയങ്ങളിലും പാരിസ്ഥിതിക വിഷയങ്ങളിലും ദർശന നേരിട്ട് ഇടപെടും. പരിസ്ഥിതി സംവാദങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിഷയമാക്കാറുള്ളൂ. എന്നാൽ മതവും ആത്മീയതയും പരിസ്ഥിതിയും ഒരേ സമയം നമുക്ക് മതഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. പരിസ്ഥിതി സൗഹൃദ ജീവിത രീതികളാണ് മതഗ്രന്ഥങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഇത് മതേതരത്വം എന്ന സങ്കല്പത്തിനപ്പുറം മാനവികത എന്ന തലത്തിലേക്കാണ് നമ്മുടെ ചിന്തകളെ എത്തിക്കുന്നത്. വരും നൂറ്റാണ്ടുകളിൽ, വരും തലമുറകൾക്കായി നമ്മൾ സംഭാവന ചെയ്യുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളായിരിക്കരുത്. ഭാവി തലമുറയ്ക്ക് വേണ്ടി ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വാണിജ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒത്തുചേരുന്ന ഒരു വേദിയാണ് നമ്മൾ അന്വേഷിച്ചത്. ദർശന TV എന്ന സംരംഭത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അത് അവിടെ സാർത്ഥകമാവുകയാണ്. പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രകൃതി ദർശനം എന്ന പേരിൽ ദർശന TV പരിസ്ഥിതി സൗഹൃദ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. അത് ഒരു ദൃശ്യ മാധ്യമം എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമായിരിക്കും. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദർശന ഏറ്റെടുക്കുന്ന മറ്റൊരു ദൗത്യമാണ് കാരുണ്യ ദർശനം. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യനായി പിറന്നതിൻ്റെ നന്ദി സൂചിപ്പിക്കുവാനും അതിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുവാനും ഓരോ വ്യക്തിക്കും കിട്ടുന്ന അവസരമാണ് കാരുണ്യ പ്രവർത്തനം. ശാരീരികമായും മാനസികമായും അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള പദ്ധതിയാണ് കാരുണ്യ ദർശനം. കാരുണ്യ ദർശനം, പ്രകൃതി ദർശനം എന്നിങ്ങനെ രണ്ട് ദൗത്യങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ദർശന മാധ്യമരംഗത്തേക്ക് ചുവടുവെക്കുന്നത്. അതുതന്നെയാണ് ദർശനയെ മറ്റു ചാനലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വിനോദ പരിപാടികളെക്കുറിച്ചും ദർശന TVക്ക് കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ക്യാൻവാസ് ഉണ്ട്. കുടുംബ പ്രേക്ഷകർ ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാവുന്ന പരിപാടികളായിരിക്കണം ദർശനയുടേത്. സഭ്യത, നന്മ, വിനോദം, ഈ മൂന്ന് കാര്യത്തിൽ ഒരെണ്ണം വിസ്മരിച്ചുകൊണ്ടായിരിക്കില്ല ദർശനം മുന്നോട്ട് പോകുന്നത്. മൂന്നും സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ദർശന പരിപാടികൾ തയ്യാറാക്കുന്നത്. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സാമുദായിക സംഘടനയുടെയോ ഉടമസ്ഥതയിലല്ല ദർശന TV എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഇതിനു പിന്നിൽ പ്രയത്നിക്കുന്നത്. മതം, സംഘടന എന്നിവയ്ക്ക് മീതെയായി മാനവികത എന്ന മാനം നൽകാവുന്ന ഒരു കൂട്ടായ്മയാണിത്. മത സാമുദായിക വിശ്വാസങ്ങളെ ഉപേക്ഷിച്ചല്ല നമ്മൾ മാനവികതയിലേക്ക് ഉയരുന്നത്. വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം
ഉയരങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകൃതിയും കാരുണ്യവും മാനവികതയുടെ ചിഹ്നങ്ങളാണ്. എന്നാൽ ഇവ രണ്ടും മതഗ്രന്ഥങ്ങളുടെയും അവ ഉയർത്തിപ്പിടിക്കുന്ന ദർശനങ്ങളുടെയും അന്തസത്തയുമാണ്. ഇവിടെയാണ് ആത്മീയതയും പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഒത്തുപോകുന്നത്. അതിൻ്റെ ഫലവത്തായ പ്രവർത്തനം സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് മീഡിയ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന സഭ്യമായ വിനോദ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ ദർശന അതിൻ്റെ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കും. കൂടാതെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായി ഇടപെടുന്നതിന് വേണ്ടി ഉടൻ തന്നെ ദർശന TV വാർത്തയും വാർത്താധിഷ്ഠിത പരിപാടികളും സംപ്രേഷണം ചെയ്യാനുള്ള പരിശ്രമങ്ങളും നടത്തും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇവിടെ ഈ പരിപാടിയിൽ ഈ ഉദ്ഘാടന ചടങ്ങ് നല്ല വിജയമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ നൽകിയ ഈ സഹകരണം ദർശന TVയുടെ തുടർന്നുള്ള ഓരോ ചുവടുവെപ്പിലും നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സർവോപരി പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ വിനീതമായി അപേക്ഷിക്കുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഇനി സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റെയിൽവേ സഹമന്ത്രിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവും അതിൻ്റെ പ്രസിഡന്റുമായ ജനാബ് അഹമ്മദ് സാഹിബ് നിർവഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ദർശന TVയുടെ ചെയർമാനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇവിടെ സന്നിഹിതരായ വിശിഷ്ടാദികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ K. രാധാകൃഷ്ണൻ, എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജനാബ് K. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാർലമെൻറ്റിലെ എൻ്റെ സഹപ്രവർത്തകനും കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയുമായ ശ്രീ M. K. രാഘവൻ, MLA ശ്രീ M. പ്രദീപ് കുമാർ, ജില്ലാ കളക്ടർ ഡോക്ടർ PV സലീം, ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ പോൾ ചിറ്റിലപ്പള്ളി, ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സ്വാമി ചൈതന്യ തപസി, പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട, TB ചെറുഫ സാഹിബ്, PV ചന്ദ്രൻ, ശ്രീ മുരളീധരൻ, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസി മുത്തേടം, പ്രിയങ്കരനായ മധുശങ്കർ, പ്രിയപ്പെട്ട നാസിർ ഫൈസി കോടത്തായി, ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുമായ ഇസ്മായിൽ കുഞ്ഞ് ഹാജി സാഹിബ്, ഈ TVയുടെ സ്ട്രാറ്റജിക് CEO എൻ്റെ സുഹൃത്ത് ശ്രീ മിൽട്ടൺ ഫ്രാൻസിസ്, മറ്റിവിടെ സന്നിഹിതരായ വിശിഷ്ടാദികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ദർശന TVയുടെ സ്റ്റുഡിയോ കോംപ്ലക്സും കോർപ്പറേറ്റ് ഓഫീസും ഉദ്ഘാടനം നടക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം വിനിയോഗിക്കാൻ സന്ദർഭം ലഭിച്ചതിലുള്ള സന്തോഷവും അതിന് അവസരം തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ ദർശന TV എന്തായിരിക്കുമെന്നും എങ്ങനെയായിരിക്കുമെന്നും ദർശന TVയുടെ ദർശനം എന്തായിരിക്കുമെന്നും
ദർശന ടി വി ചെയർമാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളോട് കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും വലിയ അർത്ഥത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നുകൂടി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ ടി വി, ഈ പുതിയ ചാനൽ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ ദർശന ടി വിക്ക് ഈ പറഞ്ഞ നിരവധി പ്രത്യേകതകളിൽ പ്രധാനമായും കാണുന്ന രണ്ടാണ്. കേരളത്തിൽ ഇന്ന് ധാരാളം ടി വി ചാനലുകളുണ്ട്. അതിൽ